റോയ്ജായ പ്രതിപക്ഷ നേതാക്കളെ എങ്ങനെയാണോ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP ആക്രമിച്ചത്, അതേപോലെ തന്നെയാണ് AAP തങ്ങളെ വിട്ട് BJP പാളയത്തിലെത്തിയ MP-മാരെയും ആക്രമിക്കുന്നത്. ഈ സഞ്ജയ് പാഠക്കിനെതിരെ എടുത്ത കേസ് അതൊരു രാഷ്ട്രീയ പകപോക്കലാണോ? ഈ കൊടുത്ത കൊല്ലത്തും കിട്ടും എന്ന് നമ്മൾ പറയാറില്ലേ. ഇന്ത്യയിൽ 2014 ശേഷം BJP കൊണ്ടുവന്നൊരു പുതിയ സംസ്കാരമാണ് എതിർ പാർട്ടിയിലുള്ള നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ അവരെ കൊണ്ട് പാർട്ടി മാറ്റിക്കുക, അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കുക, കൂട്ടത്തോട് MLA-മാരെ MP-മാരെയൊക്കെ കൂറുമാറ്റിക്കുക. ഇതൊരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടും പേര് മാറുന്ന പതിവായിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ തന്നെ കൂടോടെ തന്നെ ഈ MP-മാരെയും MLA-മാരെയും മാറ്റി ഭരണം അട്ടിമറിക്കുന്ന ഒരു സംസ്കാരം കൊണ്ടുവന്ന് BJP-ആണ്. അതിനവർക്ക് അവരുടെ ന്യായമുണ്ട്. ആ ന്യായം എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാൻ തയ്യാറുള്ളവരെ ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് ഭരണം കിട്ടണം, അതിനപ്പുറത്തേക്ക് വേറെ യാതൊരു തത്വദീക്ഷയില്ല. ഇതാണ് ജനാധിപത്യം എന്നാണ് BJP പറയുന്നത്. അതാണ് BJP ആ ഒരു സംസ്കാരം ഇവിടെ കൊണ്ടു നടന്നിരിക്കുന്നത്. അങ്ങനെ ചെറുകിട പാർട്ടികളെ, സംസ്ഥാന പാർട്ടികളെ ഒക്കെ തന്നെ വലിയ തോതിൽ BJP ഒതുക്കുകയും അവരെയൊക്കെ തന്നെ അവരുടെ ഭരണങ്ങളെ അട്ടിമറിക്കുകയും അവരെ തന്നെ കൂടോടെ കൂറുമാറ്റിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ബീഹാർ വരെ എത്തി. അങ്ങനെ വഴങ്ങാത്തവരെ അവര് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയൊക്കെ തന്നെ ജയിലിലിടുക, ഇതൊക്കെ തന്നെ കണ്ടു. അപ്പം ഇതിന്റെ ഒരു ഈ തരത്തിലാണ് BJPക്ക് വഴങ്ങാതിരുന്നുകൊണ്ടാണ് പല നേതാക്കന്മാരെയും അവർ ജയിലിലിട്ടത്. ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും ഉപമുഖ്യമന്ത്രിയായിരുന്ന മനോജ് സിസോദിയെയും മറ്റു മന്ത്രിമാരെയും ഒക്കെ തന്നെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ജയിലിൽ അടച്ചു. 1 വർഷത്തോളം പലരെയും ജയിലിലിട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പം അതിനുശേഷം BJP ആം ആദ്മി പാർട്ടി പൊതുവെ ഒരു ദുർബലാവസ്ഥയിലാണ്. അവർക്ക് കേന്ദ്ര ഭരണം ഡൽഹിയിലെ അവരുടെ ഭരണം കൂടെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അവർ ഏതാണ്ട് ഒരു ദുർബലാവസ്ഥയിലേക്കാണ്. പിന്നെ അവർക്ക് ആകെ കൂടി കിട്ടിയ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബാണ്. പഞ്ചാബിലെ തന്നെ അവർക്ക് മൃഗീയ ഭൂരിപക്ഷം 92 MLA-മാരുടെ ഭൂരിപക്ഷമുണ്ട്. അപ്പം അവിടെ ആ സംസ്ഥാനത്ത് നിന്നാണ് ഈ അടുത്ത കാലത്ത് 2 ആഴ്ച മുമ്പ് രാജ്യസഭയിലെ 7 MP-മാരെ അവര് ആം ആദ്മി പാർട്ടിയുടെ 7 MP-മാരെ കൂറുമാറ്റി അവര് BJP-യിൽ എത്തിച്ചത്. അപ്പൊ അതിന് നേതൃത്വം കൊടുത്ത അതിലൊരാളാണ് ഈ സന്ദീപ് പാഠക് എന്ന് പറയുന്ന ഒരു MP. അയാളാണ് സത്യം പറഞ്ഞാൽ ഈ പഞ്ചാബിൽ ഭരണം പിടിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ നിർണായകമായ റോൾ വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ സന്ദീപ് പാഠക് എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ പേര് എന്താണ് ചാർജ് ചെയ്തതെന്ന് നടത്തി 2 FIR എടുത്തിട്ടുണ്ട്. 2 FIR എടുത്ത പശ്ചാത്തലത്തിൽ പഞ്ചാബ് പോലീസ് അത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഡൽഹിയിൽ ചെന്നപ്പോഴത്തേക്ക് ഔദ്യോഗിക വസതിയുടെ പിൻവാതിലിലൂടെ ഇറങ്ങി രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഇത് ഉണ്ട്. ഈ BJP എന്തോ നാണയം ഉപയോഗിച്ചാണ് ആം ആദ്മി പാർട്ടിയെ കീഴടക്കാനായിട്ട് നോക്കിയത്. അതേ നാണയം അവർ പ്രയോഗിക്കുകയാണ്. കാരണം ഇനിയും ഈ പോയിരിക്കുന്ന 7 MA-മാരുടെയും പേരിൽ കേസെടുക്കാനുള്ള സാധ്യതകളെല്ലാം വന്നവരെല്ലാം വ്യവസായികളും കോടീശ്വരന്മാരുമാണ് ഭൂരിഭാഗവും. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇവരെ പൂട്ടാൻ എളുപ്പമാണ്. ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ എന്തൊക്കെ പദ്ധതികൾ ഉപയോഗിച്ചാണോ എതിരാളിയെ തീർക്കുന്നത്, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന് നിയമമാണല്ലോ ഇവരുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത്. ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ കള്ളക്കേസ് എടുത്താൽ മതി. 2 കൂട്ടരും കള്ളക്കേസാണ് എടുക്കുന്നത്. കള്ളക്കേസ് എടുത്ത് ജയിലിലിടുകയോ ബുദ്ധിമുട്ടിക്കുകയോ റെയ്ഡ് നടത്തുകയോ ഒക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ ആ ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പം പരസ്പരം വിരട്ടുകയും പരസ്പരം ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്. അപ്പം ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ പഞ്ചാബിൽ നടത്തിയതിനെ BJP-യുടെ സംസ്ഥാന നേതൃത്വം ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അവർക്കിപ്പോൾ തൽക്കാലം അത് അവര് പറയേണ്ടി വരുന്ന ഒരു ഗതിയിലെത്തി. കാരണം അവരാണ് ഇത് ഇങ്ങനൊരു സംസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത്. ഓപ്പറേഷൻ ലോട്ടസ് എന്ന പേരിൽ സകലമാന പേരെയും കേസുകൾ ഉണ്ടാക്കി ഇല്ലാത്ത കേസുകളും ഒക്കെ ചുമത്തി പിടിച്ചുകൂടുക. എന്നിട്ട് BJP-യോടൊപ്പം ആര് ചേരുന്നോ ഏത് അഴിമതിക്കാരനെയും അവർ തന്നെ വെളുപ്പിച്ചെടുക്കുന്ന സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് BJP ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന പ്രയോഗം നടത്തിയ ആളാണ് രാഘവ് ചദ്ദ. അപ്പോൾ അങ്ങനെ ആ വാഷിംഗ് മെഷീൻ പ്രയോഗം നടത്തിയവര് മറ്റേ എതിരാളികളും അതേ പണി നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. അവരും ഇതേപോലെ തന്നെ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഇങ്ങനെ കാല് മാറുന്നവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സ്വീകരിക്കുകയും പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന സംസ്കാരത്തിലേക്ക് പോവാണ്. പണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുമായിരുന്നു ആയാറാം ഗയാറാം. ഹരിയാനയിലെ ഒരു MLA രാവിലെ ഒരു പാർട്ടിയിൽ ചേരും, ഉച്ചയാകുമ്പോഴത്തേക്ക് അത് ചാടി വേറൊരിടത്ത് പോകും. അപ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് ആ പ്രയോഗം തന്നെ വന്നത്.
അപ്പൊ അതേ സ്ഥിതി, അതിനെക്കാട്ടിൽ ഏറ്റവും മോശമായ സ്ഥിതിയിലേക്കാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പോകുന്നത്. BJP വന്നതിന് ശേഷം ചെറുകിട പാർട്ടികളെ മുഴുവൻ അവർ വിഴുങ്ങുകയും അവരുടെ ആ പാർട്ടികളുടെ തന്നെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുക. നമ്മൾ കണ്ടതാണ് ഉത്തർപ്രദേശിൽ BSP എന്ന് പറയുന്ന മായാവതിയുടെ പാർട്ടിയെ കുറിച്ച് ഇപ്പൊ കേൾക്കാൻ പോലും ഇല്ല. ഇപ്പം ഏതാണ്ട് സമാനമായ രീതിയിലാണ് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ഏതാണ്ട് പൂർണ്ണമായും ഈ അടുത്തൊരു തെരഞ്ഞെടുപ്പോടുകൂടി ആ പാർട്ടി ഏതാണ്ട് ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം നേതൃത്വത്തെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒക്കെ തന്നെ അവര് ഈ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിനെ തന്നെ അവിടെ നിന്ന് പടിയിറക്കി. ഇപ്പൊ തന്നെ ഇത് തുടക്കത്തിൽ നമ്മൾ ആദ്യം ഇന്ത്യയിൽ ഇത് തുടങ്ങിയത് മണിപ്പൂരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. അവിടെ പോയിട്ട് അവിടുത്തെ ഭരിക്കുന്ന കോൺഗ്രസിന്റെ സർക്കാരുകളെ പൂർണ്ണമായി തന്നെ ഇങ്ങ് ദത്തെടുത്ത് BJPയിലേക്ക് മാറ്റുക ആയിരുന്നു. ഗോവയിൽ അത് കണ്ടു. അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ MLA-മാരെ കൂട്ടത്തോട് വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി കൂറുമാറിക്കുക. അപ്പൊ അങ്ങനെ ഒരു ജയിച്ചു വന്ന പാർട്ടിയോട് യാതൊരു തരത്തിലുള്ള വിധേയത്വം കാണിക്കാതെ കാലുമാറ്റത്തിന് ഉള്ള മാർഗങ്ങൾ പണം കൊടുത്തും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂരിപക്ഷം കിട്ടി തെരഞ്ഞെടുത്ത് വരുന്ന ഒരു ജനപ്രതിനിധിയുടെ യാതൊരു തരത്തിലുള്ള വോട്ടർമാരോട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലാതെ തരം പോലെ കാലുമാറുന്നതിനും ഒന്നും ഒരു മടിയുമില്ല. ഇതിനെല്ലാം ഓരോ അതിനെ അവരവരുടെ സൗകര്യം, ഇത് ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് മാറുന്നത്. അല്ല ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ജനകീയ വികാരത്തിന്റെ പേരിലോ ഒന്നുമല്ല പാർട്ടിയും കൂറുമാറ്റവും ഒക്കെ നടക്കുന്നത്. സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നടത്തിയ തട്ടിപ്പുകളും മറ്റും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് അവരിതിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ എപ്പോഴും തന്നെ ഈ നൈതികത എന്ന് പറയുന്നതും നമ്മൾ പറയുന്ന ധാർമ്മികതയിൽ നിന്നും തന്നെ ഒന്നും ഇല്ലാതായി പോകുന്നത്. ഇപ്പൊ ഇവരിപ്പോ പ്രയോഗത്തിൽ വരുത്തുകയാണ്. കാരണം അവരത് ചെയ്യുന്നതിന് അവർക്കൊരു കാരണമുണ്ട്. അവരുടെ MLA-മാരെ ഇവർ പിടിക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് MLA-മാർ ചാടിപ്പോയാൽ അവർക്കെതിരെ ഇനി ഇതേപോലെ കേസെടുക്കാം എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ ഈ സന്ദീപ് പാഠക്കിനെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റുള്ള ഈ ചാടിപ്പോയ 7 MP-മാർക്കെതിരെ ഇതേപോലെയുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ അധികാരം കയ്യിലുള്ളപ്പോൾ ഒരു പോലീസിനെ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള കേസും എടുക്കാം. അപ്പൊ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിയമം ഭരിക്കുന്ന പാർട്ടിക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് നിയമം പോകുന്നത്. അത് നമ്മൾ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലായാലും പഞ്ചാബിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് ഭരണകൂടങ്ങൾ കാണിക്കുന്നത് എന്നുള്ളത്.